റിച്ചസ് ജുവൽസ് ആൻഡ് ഗാർഡൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു സർപ്രൈസ് വീഡിയോ ആണ്. കാരണം കുറച്ച് പേർക്ക് നമ്മൾ ഫ്രീ വിത്തുകൾ നൽകുന്നുണ്ട്. അവരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് കാണാം. ഒപ്പം നമ്മുടെ കുറച്ച് വീട്ടുവിശേഷങ്ങൾ, അതായത് ഡേ ഇൻ മൈ ലൈഫ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മളിന്ന് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മളിന്നൊരു യാത്ര പോകുന്നുണ്ട്. ആ യാത്രയും നമുക്ക് വഴിയെ കാണാം. യാത്രാ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കാണാം. അപ്പോൾ ഇന്നത്തെ വീട്ടുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കാലത്ത് എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു വാഴ ഒടിഞ്ഞ് കിടക്കണം. അപ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നി. കാരണം നല്ലൊരു നേന്ത്രവാഴയുടെ കൊല അതിൽ ഉണ്ടായതായിരുന്നു. ഒരു പക്ഷേ അതിൻ്റെ ഭാരം കാരണം, അല്ലെങ്കിൽ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഈ ഭാഗത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. ആ ഒരു കാറ്റിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടോ എന്തോ ഈ സംഭവം ഒടിഞ്ഞു വീണു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വാഴയുടെ ഇലകളും കാര്യങ്ങളൊക്കെ വെട്ടി നമുക്കത് കമ്പോസ്റ്റ് ആക്കാം. എന്തായാലും വേസ്റ്റ് ചെയ്യേണ്ട എന്ന് കരുതി കുറച്ച് തെങ്ങിൻ്റെ കടയിൽ വിടാം. അങ്ങനെ ആ ഒരു പരിപാടികളാണ് ഇപ്പോൾ കാലത്ത് തന്നെ ചെയ്തിരിക്കുന്നത്. എന്തായാലും നോയമ്പായതുകൊണ്ട് നമുക്ക് വേറെ പണികളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അല്പം കൃഷിപ്പണികളും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത്. ഈ വാഴയിൽ നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കയറൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തോ അത് ഒടിഞ്ഞു വീണു. അപ്പോൾ ഇവിടെ നമുക്ക് ഫാഷൻ ഫ്രൂട്ടിൻ്റെ മേലെയാണ് വീണത്. അതുകൊണ്ട് തന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലും കുറച്ച് നാശമായി. അപ്പോൾ അതും നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ വാഴയുടെ ഇലകളൊക്കെ നമ്മളിത് വെട്ടിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ കമ്പോസ്റ്റ് ആക്കാം, കുറച്ചൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ തെങ്ങിൻ്റെ കടയിൽ കൊണ്ടു. പിന്നെ ഈ കോഴികൾ ഈ ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണിയൊക്കെ വെച്ചിട്ട് നമ്മൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെയാണ് ഈ സംഭവം വീണത് കേട്ടോ. അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്തു. പ്ലാവ് വെട്ടിയ സമയത്ത് നമുക്ക് കുറേ പ്ലാവിൻ്റെ ഇലകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ നമ്മൾ പച്ചില രൂപത്തിൽ തന്നെ ഉപയോഗിച്ചു. പിന്നെ അവിടെ കിടന്ന് കുറേയൊക്കെ ഉണങ്ങി കിട്ടി. അപ്പോൾ അത് കരിയിലേ മാറി. അതിനെ നമ്മളിനി കമ്പോസ്റ്റ് ആക്കാൻ പോകണം. നമ്മൾ ഓൾറെഡി കമ്പോസ്റ്റ് ആക്കിയ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. കരിയില കമ്പോസ്റ്റ് നല്ലൊരു വളമാണ്. പ്രത്യേകിച്ച് ഈ ഗ്രോ ബാഗൊക്കെ നിറയ്ക്കുന്ന സമയത്ത് ഈ കരിയില കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല എയർ സർക്കുലേഷൻ കിട്ടും കേട്ടോ. എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ തന്നെ വേരോട്ടം നന്നായിട്ടുണ്ടാവും. നമുക്ക് ചെടിയും വളരും, വിളവും കിട്ടും. അങ്ങനെ അതൊക്കെ ക്ലീനാക്കി എല്ലാം സെറ്റാക്കി ചാക്കിലാക്കി വെച്ചു. പിന്നീട് അത് കമ്പോസ്റ്റാക്കി മാറ്റണം. അപ്പോൾ നമ്മുടെ കോഴികൾ ഇവിടെ പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ആ ഒരു വാഴ വീണപ്പോൾ നല്ല സൗണ്ടിൽ തന്നെയാണ് വീണത്. അത്യാവശ്യം ഇവരുടെ കൂടിൻ്റെ മേലേക്ക് തട്ടുന്ന രീതിയിലാണ്, ജസ്റ്റ് ഒന്ന് തട്ടുന്ന രീതിയിലാണ് വീണത്. അവരൊക്കെ പേടിച്ച് വിറച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുഞ്ഞപ്പൻ ദാ നടക്കുന്നുണ്ട്. അപ്പം അന്നേരം ഞാൻ എൻ്റെ കയ്യിൽ ഫോൺ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാമെന്ന് കരുതിയിട്ട് നിൽക്കുന്ന നിൽപ്പാണ് കേട്ടോ. അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ അല്ലടാ വീഡിയോ എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. കട്ട് ചെയ്ത് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തുട്ടോ. അന്നേരം അത് അവനെ കാണുകയും വേണം, കാണിച്ചു കൊടുത്തു. പിന്നെ ഇതേ നമ്മൾ അന്ന് നട്ട 10 മണി ചെടികൾ, ഗ്രോ ബാഗിൽ 10 മണി നടുന്ന വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ അതിലത്തെ 10 മണികളൊക്കെ ഇതേ കാട് പോലെ പടർന്ന് പന്തലിച്ച് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അത്രയും നല്ല പൊട്ടി മിക്സ് ആയിരുന്നു കേട്ടോ അന്നത്തെ. അപ്പോൾ ഇത് കാലത്ത് 7-7:30 ആയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് പൂക്കളൊന്നും വിരിഞ്ഞു തുടങ്ങിയിട്ടില്ല. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന് നമ്മൾ കുറച്ച് തൈകൾ നമ്മൾ വയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പൊട്ടി മിക്സും കാര്യങ്ങളും നടുന്നത് നമ്മൾ വീഡിയോ പിന്നീട് ഇടുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച ഒരു 10 മണിയുടെ പ്ലാന്റാണ്. ഒരു പൊട്ടിയ ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ അത് മണ്ണൊക്കെ വെച്ച് പൊത്തി വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ വിങ്കാ റോസാണ്. വിങ്കാ റോസ് നമ്മൾ തന്നെ സീഡ് മുളപ്പിച്ചെടുത്ത വിങ്കാ റോസാണ്. അത് മുളച്ച് നല്ല രീതിയിൽ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഫ്ലവേഴ്സാണ് കേട്ടോ. നമ്മളതിന് വിങ്കാ സീഡ്സ് വാങ്ങിയവർ ശ്രദ്ധിക്കുക. വിങ്കാ സീഡ്സ് മുളപ്പിക്കുന്നതിന് പ്രത്യേക രീതിയുണ്ട്, അറിയാത്തവർ ചോദിച്ചായിരുന്നു കേട്ടോ. ഇതെൻ്റെ വൈറ്റ് കളറാണ് കേട്ടോ. ഇതിലും നിറയെ പൂക്കൾ വരുന്നുണ്ട്. പിന്നെ ഇത് പെൻഡാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മുടെ 10 മണി ചെടികൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ടു വെച്ചിട്ടുണ്ട്. നമ്മൾ ചെടി മുളപ്പിക്കാൻ, വിത്തുകൾ മുളപ്പിക്കാൻ ഇട്ടതാണ്. ഏകദേശം എല്ലാ വിത്തുകളും മുളച്ച് കിട്ടിയിട്ടുണ്ട്. ആ കുരുകുരാന്ന് കാണുന്നത് മണിത്തക്കാളിയുടെ വിത്തുകളാണ് കേട്ടോ മുളച്ചത്. അപ്പോൾ മണിത്തക്കാളി വാങ്ങിയവർക്കൊക്കെ മുളച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ഫ്രഞ്ച് മേരി ഗോൾഡാണ്. ഇത് മാറ്റി നടാറായിട്ടുണ്ട്. അപ്പോൾ അത് ഹൈബ്രിഡാണ്. വിത്തുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വാട്സപ്പ് അയക്കാം കേട്ടോ. വാട്സപ്പ് നമ്പർ വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കാം. ഇതൊക്കെ മുളകിൻ്റെ വിത്തുകൾ മുളച്ചാണ്. ഈ മീഡിയം ഡ്രൈ ആയി പോകുന്നത് കണ്ടോ, ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ ഇത് 2 നേരം നനയ്ക്കണം കേട്ടോ. ഇനി വിത്തുകൾ വാങ്ങുന്നവരൊക്കെ 2 നേരം നനച്ച് കൊടുക്കണം. കാരണം പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട് മീഡിയം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ വിത്ത് മുളയ്ക്കുന്നതിന് മുൻപേ മീഡിയം ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ വിത്തുകൾ മുളയ്ക്കാൻ താമസം വരും, വിത്തുകൾ ചീഞ്ഞ് പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ചൂട് കാലത്ത് നനവ് എപ്പോഴും ശ്രദ്ധിച്ചോളൂ. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യമാണ് നനവ് ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മളൊരു 10-20 മിനിറ്റോളം നനയ്ക്കാനുള്ള
ട്രേകളുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും സൂക്ഷിച്ച് നമ്മളെല്ലാത്തിലും ഓരോന്നിലായിട്ട് നനച്ച് കൊടുത്തു. ഇനി നമ്മൾ അങ്ങനെ നനയൊക്കെ കഴിഞ്ഞതേ നമ്മളിനി യാത്ര പോവാണ്, ഒരു സ്ഥലത്തേക്ക് യാത്ര കൊണ്ടുപോവാണ് നിങ്ങളെ. നമ്മൾ എങ്ങോട്ടാണെന്ന് നമുക്ക് വഴിയെ കാണാം. പിന്നെ അതാ ഇവിടെ ഒരു തൂല് കിടക്കുന്നുണ്ട്. അപ്പൂപ്പന്താടിയാന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ എടുത്ത് കൊടുത്തു. അപ്പൂപ്പന്താടിയാന്ന് തന്നെ വിചാരിച്ചോട്ടെ, കുറച്ച് നേരത്തേക്ക് സമാധാനത്തിൽ ഇരിക്കുമല്ലോ എന്ന് കരുതി. ഇതേ പൊന്നാങ്കണ്ണി ചീരയുടെ തൈകളാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ കാലൊക്കെ കഴുകി അകത്തേക്ക് കയറാൻ പോവാണ്. അപ്പോഴാണ് ഇതേ മൽബറി ചെടി കണ്ണിലുടക്കി. ഈ മൽബറി ചെടി അത്യാവശ്യം നല്ല വളർന്ന കാട് പോലെ. ഇനി ഇതിനെ പ്രൂൺ ചെയ്ത് വിടണം. പ്രൂൺ ചെയ്താലാണ് നന്നായിട്ട് മൽബറി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇരുമ്പൻപുളിയിൽ കായ്ഫലം ഇല്ലാതെ കുറച്ച് നാൾ നിന്നു. അപ്പോൾ അതിന് കാരണം നമ്മൾ കണ്ടെത്തി കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ ഇരുമ്പൻപുളി ഏത് കായ്ക്കാത്ത ഇരുമ്പൻപുളിയും കായ്ച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ പരീക്ഷണം നടത്തിയിട്ട് വിജയിച്ച കാരണം അത് ഈ വീഡിയോയിൽ പറയുന്നതാണ് കേട്ടോ. പിന്നെ അകത്തേക്ക് കയറിയ ശേഷം ഞാൻ അപ്പോഴാണ് ഓർത്തത് നമ്മുടെ കോഴികൾക്ക് തീറ്റ കൊടുത്തിട്ടില്ലായിരുന്നു കാലത്ത്. വാഴപ്പണിയിൽ നിന്ന കാരണം അതങ്ങോട്ട് വിട്ടുപോയി. അപ്പോൾ നമുക്ക് കോഴികൾക്ക് കുറച്ച് തീറ്റയൊക്കെ കൊടുത്തിട്ട് പോകാമെന്ന് പറയുന്നതല്ലാതെ പോകുന്നത് കാണാനില്ലല്ലോ. അപ്പോൾ വരുമ്പോഴാണ് ഓരോരോ പണികൾ വരുന്നത്. ഇതാണ് നമ്മുടെ വാഴ, ആ മുറിഞ്ഞ വാഴയിലത്തെ കൊലയാണ് കേട്ടോ കാണിച്ചത്. അങ്ങനെ അടിച്ചു വാരലും തൊടയും അതിൻ്റെ ഇടയിൽ അതും കഴിഞ്ഞു. പിന്നെ അല്പസ്വല്പം അലക്കാനിടാനുണ്ടായിരുന്നു, അതും അലക്കാനിട്ടോ. വരുമ്പോഴേക്കും ഈ സാധനം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടാവും, മീൻസ് സ്പിന്നറിലായിട്ടുണ്ടാവും. അന്നേരം നമുക്കത് വിരിച്ചിടാം. നമ്മുടെ കോളിഫ്ലവറൊക്കെ മുറിച്ചെടുത്തു കേട്ടോ. നമ്മൾ കോളിഫ്ലവർ ഒരു 5-6 നമ്മൾ ഓൾറെഡി മുറിച്ചെടുത്തു. കുറച്ച് പൂക്കൾ വിട്ടേ പിന്നെ മുയൽ തീറ്റ ഉള്ളി കളയണം, പക്ഷെ അത് ഉള്ളി കളയാൻ തോന്നില്ല. പിന്നെ ചീര നമ്മൾ പാകി എല്ലാ തരം വിത്തുകളും പാകി, പാൽച്ചീര, സുന്ദരിച്ചീര, മയിൽപ്പീലി ചീര, വ്ളാത്താങ്കര ചീര. അപ്പോൾ ഇതിൻ്റെ വിത്തുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്ക് വാട്സപ്പ് അയച്ച് ചോദിക്കാം. അതിൽ സുന്ദരി അത്ര മുളച്ചില്ല, ഏകദേശം ഇട്ട വിത്തോളം മുളച്ചു. ബാക്കിയെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. ഇട്ടുമുണ്ട് പയർ വിത്തുകൾ, അങ്കൂറിൻ്റെ പയർ വിത്തും നമ്മുടെ മീറ്റർ പയർ വിത്തും. അപ്പോൾ അതിനുണ്ട് മുളച്ച് ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. പുതിയ സെറ്റാണ് കേട്ടോ. സെറ്റ് കഴിഞ്ഞെന്ന് പറയാം നമ്മുടെ. പിന്നെ ഇവിടെ ഗ്രോ ബാഗുകൾ നിറച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇതിലൊക്കെ ഞാൻ നേരത്തെ കാണിച്ച തൈകളിൽ മുമ്പ് വെക്കാനുള്ളതാണ്. ബാഗുകളൊക്കെ നിറച്ച് സെറ്റാക്കി നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് വളർച്ച കിട്ടും. നമ്മൾ 2 ആഴ്ച മുന്നേ ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ കുറച്ച് 10 മണി ചെടികളുടെ ബാലൻസ് വന്ന 10 മണി ചെടികളുടെ പൂക്കളുടെ ഇതൊക്കെ നമ്മൾ ഗ്രോ ബാഗിൽ നട്ട് വെച്ചിട്ടുണ്ട്. ഒന്നും കളയില്ല, എല്ലാം നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. ഒക്കെ നമ്മൾ ഗ്രോ ബാഗിൽ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ വന്നപ്പോഴേ അത് പറയാം. അതിന് മുൻപത്തേക്ക് ഉണ്ടാവും, ഇതൊരു ഈച്ച ട്രാപ്പാണ് കേട്ടോ. ഹണി ബീ ട്രാപ്പാണ്. അതായത് കായ്ച്ചനെ ട്രാപ്പ് ചെയ്യുന്നത്. എന്തോ ഹോർമോൺ ഇൻക്ലൂഡ് ചെയ്തൊരു ബോക്സാണ്. ആ ഹോർമോണിൻ്റെ സ്മെല്ല് കേട്ടിട്ട് ഈ ഹണി ബീസ് മൊത്തം ഇതിൻ്റെ അകത്ത് കയറും. എന്തോ വിഷം കൊണ്ട് അവർ ചത്ത് വീഴും. അങ്ങനെ നല്ലൊരു സംഭവമാണ് കേട്ടോ. എന്തോ ഒരു തേനീച്ചകളാണെന്ന് നോക്കിയാൽ ചത്ത് കിടക്കുന്നത്. അപ്പോൾ കായ്ച്ചയുടെ ശല്യമുള്ളവർക്ക് ഇത് ഗുണം ചെയ്യും. ഇത് കണ്ടോ, നമ്മുടെ എന്താ പറയുക, ചോളം തത്തമ്മ തിന്നതാട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഞാൻ സങ്കടകരമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞത്. കാരണം ഇത് ഞാൻ കാലത്ത് വരും, ഞാൻ എല്ലാ ദിവസവും വലുതായി നോക്കിയിട്ട് വരും. പക്ഷെ ഇന്ന് നോക്കിയപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തത്തമ്മ തിന്നു. അങ്ങനെ നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ എടുത്തിട്ട് നമ്മൾ യാത്ര പോവാണ് കേട്ടോ. എങ്ങോട്ടാണെന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് കോഴിമുട്ട കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്തു. അങ്ങനെ നമ്മൾ പോവാണ്. പിന്നെ നമ്മുടെ 10 മണി ചെടികളും വിത്തുകളും ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. അതും ഇക്കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ പുറപ്പെട്ടു. അപ്പോൾ അധികം ദീർഘിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ചുരുക്കി പെട്ടെന്ന് പറഞ്ഞു തീർക്കാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ പോവാണ്. നമ്മൾ പോയി എത്തിയത് എവിടെയാണെന്നറിയോ? നമ്മൾ പച്ചക്കറികൾ വിൽക്കുന്ന ഒരു മാർക്കറ്റിലേക്ക്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാം. ഓക്കെ, അപ്പോൾ ഈ ഓപ്പൺ മാർക്കറ്റാണ്. ഇവിടെ കൊണ്ട് വിറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റെവിടെയും ലഭിക്കാത്ത വില നമുക്ക് ഇവർ തരും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികൾ ബാക്കി വരുന്നത്, നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്നത് നമുക്ക് ഇവിടെ കൊണ്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി, നമ്മളുണ്ടാക്കിയ വിറ്റ് നമ്മൾ നാശുണ്ടാക്കി എന്നുള്ളൊരു സന്തോഷം. കണ്ടോ ഇവിടെ തിരക്കോ, നല്ല തിരക്കാണ് കേട്ടോ. കാരണം ജൈവ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ആൾക്കാർ വാങ്ങാനും കഷ്ടപ്പെട്ടാണെങ്കിലും ക്യൂ നിന്നിട്ടാണെങ്കിലും വെയിലത്താണെങ്കിലും ക്യൂ നിന്നിട്ടാണെങ്കിലും വാങ്ങിയിട്ട് പോകും. ഇവിടെ എപ്പോൾ വന്നാലും തിരക്കാണ്. പിന്നെ ഇവിടെ തൊട്ടടുത്ത്
ഇവിടെ ഒരു പച്ചക്കറിയുടെ തൈകളും മറ്റും കുറച്ച് ചെടികളൊക്കെ ആയിട്ട് ഒരു എഗ്രോ ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. ഇവിടെ വേപ്പിൻ്റെ തൈകളുണ്ട് കേട്ടോ, 80 രൂപ. അത്യാവശ്യം വലിപ്പമുള്ള വേപ്പിൻ തൈകളാണ്, 80 രൂപ. ബാക്കി പ്ലാവ്, മാവ്, പേര അങ്ങനെ വേണ്ട തൈകൾ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ നഴ്സറി വിസിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നഴ്സറിയിലേക്ക് പോവാണ്. വേറെ കുറേ നഴ്സറികളിൽ കയറാറുണ്ട്. ബൊഗൺവില്ലയുടെ നഴ്സറി, 10 മണിയുടെ നഴ്സറി, അങ്ങനെ റോസയുടെ നഴ്സറി, അങ്ങനെ എല്ലാ നഴ്സറികളിലും കയറാനുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാനാണ്. പക്ഷേ ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മൾ കുറച്ച് പേർക്ക് ഫ്രീ വിത്തുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ സമയത്ത് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഒരു വീഡിയോൻ്റെ കണ്ടൻറ്റ്, ഐ മീൻ ആരൊക്കെയാണ് സെലക്ട് ആയത് എന്താണെന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കാം. അപ്പോൾ കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് പച്ചക്കറി വിത്തുകൾ, ഫ്രീ വിത്തുകൾ കിട്ടിയവർ, അതായത് സെലക്ട് ആയവർ, അഡ്രസ്സ് അയക്കാത്തവരുണ്ടെങ്കിൽ വേഗം വാട്സപ്പിൽ അഡ്രസ്സ് അയച്ചിട്ടേക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പച്ചക്കറി വിത്തുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യക്കാർക്ക് ഈ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിടാം. ഫോൺ കോളുകൾ ഒഴിവാക്കണം കേട്ടോ, കാരണം നിരവധി കോൾസ് വരുന്നതുകൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കാറില്ല. പിന്നെ നമ്മുടെ വിങ്കയുടെ കളർ വെറൈറ്റീസും വെറൈറ്റി കളേഴ്സും പിന്നെ നമ്മുടെ പെറ്റൂണിയ, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം പച്ചക്കറി വിത്തുകൾ ആവശ്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. കാരണം നല്ല ഇനം വിത്തുകളാണ് നമ്മുടെ കയ്യിലുള്ളത്, മുളയ്ക്കുന്ന വിത്തുകളാണ്. അപ്പോൾ ആ വിത്തുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം. 10 മണി ചെടികളുടെ 30 കളറിൻ്റെ കോമ്പോ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. 30 കളറിന് 200 രൂപയാണ് വില കേട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് വിടാം. പിന്നെ ഇതുപോലെ നമ്മുടെ 10 മണി പാടം കാണിക്കാൻ പറഞ്ഞ് പലരും മെസ്സേജ് അയച്ചിരുന്നു. 10 മണി പാടം ഉടനെ നമ്മൾ കാണിക്കുന്നതാണ്. അത് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ മടത്താക്കരയിലെ ബൊഗൺവില്ല നഴ്സറി, ബൊഗൺവില്ല പാടം, അപ്പോൾ അതും നമ്മൾ വീഡിയോകൾ പിന്നീടുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പച്ചക്കറി വിത്തുകൾ ആവശ്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.